പതിവുപോലെ നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, ആദ്യം തന്നെ നമുക്ക് യു എസ് വിപണിയിലേക്ക് പോയി നോക്കാം. ഒരുപക്ഷെ തുടർച്ചയായിട്ടൊരു മൂന്നാം ദിവസമാണ് ഇത്തരത്തിൽ നാസ്ഡാക്കും S&P 500 സൂചികയും കുതിപ്പിലേക്ക് മുന്നേറുന്നതും റെക്കോർഡ് തലത്തിലേക്ക് മുന്നേറുന്നതും ഒപ്പം തന്നെ ഒരു റെക്കോർഡ് ക്ലോസിംഗുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നും കാണാം. 5572.85 എന്ന നിലയിൽ S&P 500 ക്ലോസ് ചെയ്തപ്പോൾ നാസ്ഡാക്ക് 100 സൂചിക 18402.34 എന്ന നിലയിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 0.5% നേട്ടം നിലനിർത്തിക്കൊണ്ടാണ് നാസ്ഡാക്ക് സൂചികയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഡൗ ജോൺസിലേക്ക് എത്തുമ്പോൾ ഈ ഒരു റാലിയിൽ അത്രയധികം പങ്കല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ഡൗ ജോൺസ് നൽകുന്നില്ല എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ടോണിൽ 39,344.79 എന്നൊരു നിലയിലാണ് ഡൗ ജോൺസ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ വിപണിയെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് പ്രധാനമായിട്ടും ഈ സൂചികകൾ ഇനി വാച്ച് ചെയ്യേണ്ടത്? അല്ല, വീണ്ടും നമുക്ക് അമേരിക്കൻ വിപണി നോക്കുമ്പോഴേക്കും ഒരു മിക്സഡ് ബാഗ് ആയിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് വീണ്ടും ഒരു പുതിയ റെക്കോർഡ് ക്ലോസിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 39,600 ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. സോ അറ്റ് ദ മൊമെന്റ് ഒരു വളരെ ഷോർട്ട് ടേം ട്രെൻഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ലിറ്റിൽ ബിറ്റ് സൈഡ് വേസ്. ബട്ട് അണ്ടർടോൺ വീക്ക്നെസ് ഒന്നും തന്നെ കാണാനില്ല. നമ്മുടെ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 38,800 ലെവലായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അത് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രം ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ബെയറിഷ്നെസ് നമുക്ക് കാണാൻ സാധിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഒരു വീക്ക്നെസ് ഒന്നും തന്നെ കാണാനില്ല. എങ്കിലും നമ്മളൊരു കറക്ഷന് വേണ്ടി ഇപ്പോൾ പ്രിപ്പയർഡ് ആയിരിക്കണം. 20,400 പോയിന്റ് റെസിസ്റ്റൻസിന്റെ മുകളിലായിരുന്നു ക്ലോസ് ചെയ്തത്. നമ്മൾ തുടർച്ചയായിട്ട് ഓൾമോസ്റ്റ് ഒരു 10 ദിവസമായിട്ട് നേട്ടം കാണുന്നുണ്ട്. So Nasdaq index is bound for profit taking. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ക്രൂഡിലേക്ക് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലാണ് ക്രൂഡിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രെൻറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ $85-86 എന്നൊരു നിലയിൽ തന്നെയാണ് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് ബ്രെൻറ്റ് ക്രൂഡിൽ നമുക്ക് വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. WTI ക്രൂഡിലേക്ക് എത്തുകയാണെങ്കിലും $82.12 എന്നൊരു നിലയിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ക്രൂഡിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ ക്രൂഡിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ 2 സെഷൻസിൽ ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. എനിക്ക് തോന്നുന്നില്ല കാര്യമായിട്ടൊരു സെൽ ഓഫ് ക്രൂഡിൽ നടക്കുമെന്ന്. നമ്മളിപ്പോൾ ക്രൂഡിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ ആദ്യത്തത് $81, അതിനുശേഷം $80 ആൻഡ് ഒരു പുതിയ ബൈയിങ് ട്രിഗർ നമുക്ക് ലഭിക്കണമെങ്കിൽ $84 റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ഗോൾഡിലേക്ക് കൂടി എത്തുകയാണ്. ഗോൾഡിലേക്ക് കൂടി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇന്നലത്തെ വ്യാപാരത്തിൽ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം ചില നിമിഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. $2,383 വരെ ഉയരുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ അതേപോലെ തന്നെ $2,360-61 നിലയിലേക്ക് വരെ ഇടിയുന്നൊരു സ്ഥിതിയും നമ്മൾ ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ ഗോൾഡിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ഗോൾഡിൻ്റെ ഒരു നില നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രോയ് ഔൺസിന് 2,372.55 എന്ന നിലയിൽ ഏകദേശം ഒരു 0.4% നേട്ടത്തിലാണ് സ്വർണത്തിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്വർണ്ണ വിപണിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ സ്വർണത്തിന്റെ കേസ് എടുക്കുമ്പോഴേക്കും എഗെയിൻ ഒരു സൈഡ് വേസ് പാറ്റേണിലോട്ട് സ്വർണം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. 2,400 വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്തു വരുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്ക് ഇന്നൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിക്കും. നമ്മുടെ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,310 നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആഭ്യന്തര വിപണിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ളൊരു വ്യാപാരമായിരുന്നു ഇന്നലെ നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 24,320.55 എന്ന നിലയിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇൻട്രാഡേ ഹൈ നോക്കുമ്പോൾ 24,344.6 ഇൻട്രാഡേ ലോ എന്ന് പറയുന്നത് 24,240.55 നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് എങ്ങോട്ട്, അതായത് ഇപ്പോൾ അപ്പ് സൈഡിലേക്കാണോ ഡൗൺ സൈഡിലേക്കാണോ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു നോൺ ഡയറക്ഷനിലാണ് ഇപ്പോൾ നിഫ്റ്റി നിലനിൽക്കുന്നത്. നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അണ്ടർടോൺ ബുള്ളിഷായി തന്നെയാണോ നിലനിൽക്കുന്നത്?
അല്ല, നിഫ്റ്റിയുടെ അണ്ടർടോൺ വെരി വെരി ബുള്ളിഷ്. ഒരു വീക്ക്നെസ്സും നിഫ്റ്റി 50 കാണാൻ സാധിക്കുന്നില്ല. ജൂൺ 4 ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ തുടർച്ചയായിട്ട് വി ഹവ് സീൻ കണ്ടിന്യൂസ് ബൈയിങ് ഇൻ ദ നിഫ്റ്റി 50. ആൻഡ് നിഫ്റ്റി 50 വീണ്ടും നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 24,440. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി നമുക്ക് നിഫ്റ്റി 50 ഒരു 200 പോയിന്റിന്റെ കുതിപ്പ് കാണാൻ സാധിക്കും. വിച്ച് ബേസിക്കലി മീൻസ് 24,600 650 ആയിരിക്കും അതിന് ശേഷമുള്ള റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 24,900 24,900. ഒപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി എത്തുകയാണെങ്കിൽ വീണ്ടും തുടർച്ചയായിട്ടുള്ളൊരു HDFC ബാങ്കിലുണ്ടായ തുടർച്ചയായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് നിഫ്റ്റി ബാങ്കിനെയും വലിയ തോതിൽ ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ 52,425.8 എന്നൊരു നിലയിലായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 0.5% ഇടിവിലാണ് നിഫ്റ്റി ബാങ്ക് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇൻട്രാഡേ ഹൈ പരിശോധിക്കുമ്പോൾ 52,710.8 ആണ് ഇൻട്രാഡേ ഹൈ ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇൻട്രാഡേ ലോ എന്ന് പറയുന്നത് 52,246.7 ആണ്. നിഫ്റ്റി ബാങ്കിൽ ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ പ്രധാനമായിട്ടും ഇനി ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഒരു കഴിഞ്ഞ 5-8 സെഷൻസ് ആയിട്ട് ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ നടന്നു വരുന്നു. നമ്മുടെ കൈവശം ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 51,900 പോയിന്റ്സിലായിരിക്കാം നമ്മുടെ ഒരു മെയിൻ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ വീണ്ടും ഒരു ബുള്ളിഷ്നെസ് വരണമെങ്കിൽ 52,900 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ഒപ്പം തന്നെ ഇന്നലത്തെ ഒരു നിഫ്റ്റി ബാങ്കിൽ ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ഓഹരി എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ബറോഡയുടെ ഓഹരികളായിരുന്നു. ഏകദേശം 4%-ലധികമായിരുന്നു ഇൻട്രാഡേയിൽ ഈ ഒരു ഓഹരി ഇടിഞ്ഞിരുന്നത്. ഇന്നലെ ബാങ്കിൻ്റെ Q1 അപ്ഡേറ്റ്സ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു, ബിസിനസ് അപ്ഡേറ്റ്സ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇയർ ഓൺ ഇയർ പരിശോധിക്കുമ്പോൾ അവരുടെ 12 ക്വാർട്ടറിലെ ഏറ്റവും മോശം പാദമായിരിക്കും ഈ 2024 ജൂൺ പാദം എന്ന് പറയുന്നത് എന്നാണ് അപ്ഡേറ്റ്സുകളൊക്കെ വിലയിരുത്തലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് തന്നെയായിരുന്നു ഓഹരി നടത്തിയിരുന്നത്. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 263 രൂപ എന്ന നിലയിൽ 4%-നടുത്ത് ഇടിവിലാണ്. ബാങ്ക് ഓഫ് ബറോഡയിലുള്ള താങ്കളുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? ഇന്നലത്തെ നമ്മളെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ബാങ്ക് ഓഫ് ബറോഡ മാത്രമല്ല, ഒരുപക്ഷെ എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കിങ് സ്റ്റോക്സിലും നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ ഇടയായി. ബാങ്ക് ഓഫ് ബറോഡയുടെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും അണ്ടർടോൺ ഇസ് എ ലിറ്റിൽ ബിറ്റ് ബെയറിഷ്. ഷോർട്ട് ടേം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 259 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയൊരു ലോങ് പൊസിഷൻ ഇന്ന് എടുക്കാൻ ഒരു ചാൻസസും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒപ്പം തന്നെ ഒരു നിഫ്റ്റി ബാങ്കിലെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരികൾ തന്നെയാണ് വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം തുടക്ക വ്യാപാരം മുതൽ വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്താനായിട്ട് ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരികൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. മികച്ചൊരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1%-ലധികം നേട്ടത്തിൽ 188.3 എന്നൊരു നിലയിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫെഡറൽ ബാങ്കിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? Long and short term view and trend is both bullish. And ഇന്നലത്തെ ട്രേഡിംഗിൽ ഫെഡറൽ ബാങ്ക് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇറ്റ് ഇസ് അറ്റ് എ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്ത മേജർ റെസിസ്റ്റൻസ് 194 രൂപയിലാണ് കാണാൻ സാധിക്കുന്നത്. ഒരേ ഒരു കാര്യം ഫെഡറൽ ബാങ്കിന്റെ കേസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, കഴിഞ്ഞ 4 ക്വാർട്ടർലി റിസൾട്ട് വരുന്ന ദിവസങ്ങളിൽ നല്ല ക്വാർട്ടർലി റിസൾട്ട് നമുക്ക് നൽകിയതിന് ശേഷം ഫെഡറൽ ബാങ്കിൽ നമുക്ക് കനത്ത സെല്ലിംഗ് ആയിരുന്നു കാണാൻ ഇടയായത്. സോ ക്വാർട്ടർലി റിസൾട്ട് വരുന്ന സമയം ആകുമ്പോഴേക്കും വി ആർ ഗോട്ട് ടു ബി എക്സ്ട്രീംലി കെയർഫുൾ. ഫെഡറൽ ബാങ്കിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് അടുത്തിടെയായിരുന്നു നമുക്ക് ഫെഡറൽ ബാങ്കിന്റെ ഒരു സബ്സിഡറി കമ്പനി ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസിലും നമുക്ക് ജൂൺ 4 ശേഷം നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഫോം വരുന്നുണ്ട്. ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് 135 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു കുതിപ്പ് കാണാൻ സാധിക്കും.
ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ സൂചികളുടെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ പല സൂചികളിലും വലിയ തോതിലൊരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി FMCG സൂചിക്ക് വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1.5% നേട്ടത്തിൽ 58,611.2 എന്നൊരു നിലയിലാണ് നിഫ്റ്റി FMCG സൂചിക ക്ലോസ് ചെയ്തിരിക്കുന്നത്. വിവിധ ബ്രോക്കറേജുകളുടെ ഒക്കെ ഒരു വിലയിരുത്തലിൽ ഇന്ത്യയിലെ റൂറൽ ഡിമാൻഡ് മെച്ചപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു എസ്റ്റിമേറ്റ് അനുസരിച്ചിട്ടുള്ള ഒരു Q1 റിസൾട്ട് ആയിരിക്കും ഭൂരിഭാഗം FMCG കമ്പനികളും രേഖപ്പെടുത്തുക എന്നുള്ള അപ്ഡേറ്റ്സ് ഒക്കെ പുറത്തു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റി FMCG സൂചികയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? FMCG ഇൻഡെക്സ് ഒരു പുതിയ റെക്കോർഡ് ഹൈ ലെവലിന്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. മൈ എക്സ്പെക്ടേഷൻ ഇന്നല്ലെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ തന്നെ നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ FMCG സെക്ടറിൽ കാണാൻ സാധിക്കും. ബട്ട് എങ്കിലും നമ്മളിപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, നെസ്ലെ മുതലായ സ്റ്റോക്സിലൊക്കെ ഓൾറെഡി ഒത്തിരി നേട്ടം കണ്ടു കഴിഞ്ഞു. സോ ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈങ് അവസരം ഇത്തരം സ്റ്റോക്സിൽ ഒന്നും തന്നെ കാണാനില്ല. ബട്ട് ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ബാറ്റ ഇന്ത്യയുടെ കേസിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. ഷോർട്ട് ടേം ട്രേഡിംഗിന് വേണ്ടി നമ്മൾ ഒരു പൊസിഷൻ എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ബാറ്റ ഇന്ത്യ നമുക്ക് ഇന്നത്തെ ട്രേഡിംഗിന് വേണ്ടി നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാൻ സാധിക്കും. ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ FMCG സെക്ടറിലെ ITC ഓഹരികൾ വളരെ ശക്തമായിട്ടൊരു സപ്പോർട്ടായിരുന്നു നിഫ്റ്റിക്ക് നൽകിയിരുന്നത്. ITCയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 2% നേട്ടത്തിൽ 443.8 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ITCനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഫെബ്രുവരി-മാർച്ച് കാലഘട്ടം മുതൽ അല്ലെങ്കിൽ മാർച്ച് മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ടൊരു 3 മാസമായിട്ടൊരു സൈഡ് വേസ് പാറ്റേണിലാണ് ഓഹരികൾ വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നലെ എന്നാൽ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ ഓഹരികൾക്ക് സാധിച്ചിട്ടുമുണ്ട്. ഇന്നലെയും അതിന് തൊട്ട് മുന്നത്തെ ദിവസങ്ങളിലെ ട്രേഡിംഗ് ഡേയിലുമായിട്ട്. ഈ ഒരു സാഹചര്യത്തിൽ ITCയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ITC അനില പറഞ്ഞതുപോലെ ഒരു സൈഡ് വേസ് പാറ്റേണിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ഔട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആയത്. തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് ഇത് ഫേസ് ചെയ്യാൻ പോകുന്നത് 450. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ലെവലിൽ നിന്നും നമുക്ക് 20 മുതൽ 25 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് സന്തോഷ് എന്ന പ്രേക്ഷകൻ അദാനി എനർജി സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അദാനി എനർജി സൊല്യൂഷൻസ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഏകദേശം 1.25% ഇടിഞ്ഞ് 999.55 എന്നൊരു നിലയിലാണ്. അദാനി എനർജി സൊല്യൂഷൻസിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അദാനി എനർജി സൊല്യൂഷൻ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും തന്നെ സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 960, അതിനെ തുടർന്ന് 920. അറ്റ് ദ മൊമെന്റ് ഇതിലൊരു പുതിയ ബൈങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. 1070 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കത്തുള്ളൂ. ട്യൂബിൻ എന്ന പ്രേക്ഷകൻ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള ദിവസങ്ങൾ വളരെ വലിയ നേട്ടം നൽകുന്ന ഒരു ഓഹരിയായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇന്നലെയും ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നേരിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിൽ ഏകദേശം ഒരു 0.8% ഇടിവിലാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ് ഈസ് ലിറ്റിൽ ബിറ്റ് ഓവർ സ്ട്രെച്ച്ഡ്, ഒരു ഓവർ വാല്യൂഡ്. ആൻഡ് എനിക്ക് തോന്നുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഒരു 2745 ലെവലിൽ നമ്മളിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ ഈ സ്റ്റോക്കിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രണവ് എന്ന പ്രേക്ഷകൻ ടൈറ്റനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി നിലയിൽ വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. തുടർച്ചയായിട്ടൊരു 5ാമത്തെ ട്രേഡിംഗ് സെഷനിലാണ് ഇത്തരത്തിലൊരു നഷ്ടം ടൈറ്റനിൽ നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 3.5% ഇടിഞ്ഞ് 3156.2 എന്നൊരു നിലയിലാണ് ടൈറ്റൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ്സും ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ടൈറ്റനിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? Unfortunately, Titan വീണ്ടും ഒരു ഡിസപ്പോയിന്റിങ് announcements and figures ആയിരുന്നു നമുക്ക് നൽകിയ. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് വീണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ക്ലോസ് ഇറ്റ്. ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു മേജർ സപ്പോർട്ട് 3035 രൂപ.
ഇന്നത്തെ ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിങ്ങിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കുമെന്ന്. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് JSW എനർജിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ലിജിൻ രാജൻ എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. JSW എനർജിയിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? JSW ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് അറ്റ് എ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ. വീക്ക്നെസ് ഒന്നും തന്നെ ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു പുതിയ ലോ റിസ്ക് ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്, ബട്ട് 712 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കിരൺ രാജ് എന്ന പ്രേക്ഷകൻ പാരസ് ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പാരസ് ഡിഫൻസ് ഇന്നലെ 5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. പാരസ് ഡിഫൻസിൽ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? So Paris Defense, Garden Reach, Cochin Shipyard, Mazagon, ഈ സ്റ്റോക്സ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി നേട്ടം നൽകിയ സ്റ്റോക്സ്. വാല്യുവേഷൻസ് അല്പം ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരം സ്റ്റോക്സിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പാരസിന്റെ കേസിൽ 1360 രൂപയിലായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ്. ആൻഡ് ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 1550, 1600 ഈ ഒരു റേഞ്ചിലെ മേജർ റെസിസ്റ്റൻസ്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. മാത്യു എന്ന പ്രേക്ഷകൻ എഞ്ചിനീയേഴ്സ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.5% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. എഞ്ചിനീയേഴ്സ് ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ മെയ് മാസത്തിന്റെ ഒരു ടോപ്പ് ലെവൽ 2089 രൂപ ആ ഒരു റെസിസ്റ്റൻസ് ലെവലിന്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ഇറ്റ്, ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഷാജി എന്ന പ്രേക്ഷകൻ സ്റ്റാർ ഹെൽത്തുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഏകദേശം 1% ഇടിവിൽ 580.6 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്റ്റാർ ഹെൽത്തിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സ്റ്റാർ ഹെൽത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഒക്കെ തന്നെ സൈഡ് വേസ് ടു ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് കഴിഞ്ഞ ഒരു 10-12 ദിവസമായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 600 രൂപ. 600ന്റെ മുകളിൽ ഈ സ്റ്റോക്കിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 20 മുതൽ 40 രൂപയുടെ നേട്ടം ഈ സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബിന്ദു സന്തോഷ് എന്ന പ്രേക്ഷക ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഏകദേശം 1.5% ഇടിവിൽ 1700.05 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഭാരത് ഡൈനാമിക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ സെയിം വ്യൂ. ഞാൻ നേരത്തെ ഡിഫൻസ് സ്റ്റോക്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഭാരത് ഡൈനാമിക്സിന്റെ കേസിലും വാല്യുവേഷൻസ് ഒരു അല്പം സ്ട്രെച്ച്ഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1585 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഞാൻ നേരത്തെ പബ്ലിക് സെക്ടർ ബാങ്ക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ ഇന്നലെ അൺഫോർച്ചുനേറ്റ്ലി PSBയുടെ കേസിലും നമുക്കൊരു അല്പം സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിരുന്നു. ഇതിന്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയാം 57 രൂപ 50 പൈസ, അതിനെ തുടർന്ന് 52 രൂപ 85 പൈസ. ഇന്നത്തെ ട്രേഡിംഗിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. മേജർ റെസിസ്റ്റൻസ് 61 രൂപ. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കുക. ഒന്നിലധികം പ്രേക്ഷകർ ഈസാഫ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏകദേശം 2.5% ഇടിവിലായിരുന്നു കഴിഞ്ഞ ദിവസം ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 51.67 എന്ന നിലയിൽ. ഈസാഫിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഈസാഫ് നമ്മൾ നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്ക്. കാര്യം എന്തെന്നാൽ ജൂൺ 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാനിടയായി. ബട്ട് അതിനുശേഷം കഴിഞ്ഞ ഒരു 10 സെഷൻസ് ആയിട്ട് വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നു.
നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. 48 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്ക് പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ പോകുന്നില്ല. ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന 55 രൂപയിലാണ് കാണുന്നത്. പിഷൻ ടോമി എന്ന പ്രേക്ഷകൻ പട്ടേൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പട്ടേൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ദിവസം ഏകദേശം 10% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. പട്ടേൽ എഞ്ചിനീയറിംഗിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പട്ടേൽ എഞ്ചിനീയറിംഗ് ജൂൺ 4 ശേഷം വലിയൊരു കുതിപ്പായിരുന്നു നമുക്ക് നൽകിയത്. അതിനുശേഷം കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ഒരു നല്ല ഹെൽത്തി കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 58 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്ത 2-3 സെഷൻസിൽ ഇതിന്റെ ഒരു പുതിയൊരു പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷമേ നമുക്കൊരു പുതിയ ലോ റിസ്ക് എൻട്രി ലഭിക്കുകയോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. മധു എന്ന പ്രേക്ഷകൻ IEXുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. IEXിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയി തുടരുന്നു. കഴിഞ്ഞ ഒരു 5-8 സെഷൻസ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 174 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 188 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. റായ്സ് എന്ന പ്രേക്ഷകൻ IRFCയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 7% നേട്ടത്തിൽ 202.5 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. പുതിയൊരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാനും ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. IRFCയിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ്. ഇന്നലത്തെ ട്രേഡിംഗിൽ ട്രേഡിംഗ് അവസാനിക്കുമ്പോഴേക്കും നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ ആയിരുന്നു ഈ സ്റ്റോക്ക് നൽകിയത്. കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ സ്റ്റോക്ക്. പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. IRFCയോടൊപ്പം തന്നെ ഇന്നലെ നമുക്ക് ഒത്തിരി നേട്ടം നൽകിയ മറ്റൊരു സ്റ്റോക്ക് ആയിരുന്നു റെയിൽ വികാസിന്റെ കേസിൽ ഇതിനേക്കാൾ ശക്തമായിട്ടൊരു മൂവ്മെന്റ് ആയിരുന്നു കഴിഞ്ഞ 2 സെഷൻസിൽ നമുക്ക് കാണാൻ സാധിച്ചത്. വാല്യുവേഷൻ അല്പം ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടുണ്ട് RVNLന്റെ കേസിൽ. സോ RVNL നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ബട്ട് റെയിൽവേ സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും കാര്യമായിട്ടൊരു മൂവ്മെന്റ് ഇതുവരെ നൽകാത്തൊരു സ്റ്റോക്ക് IRCTC. സോ IRCTCയിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1060 രൂപ. 1060ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു 60 രൂപയുടെ കുതിപ്പ് കാണാൻ സാധിക്കും. കോശി ചെറിയൻ എന്ന പ്രേക്ഷകൻ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബോത്ത് ആർ ബെയറിഷ്. പുതിയൊരു ബൈയിങ് ട്രിഗറും നമുക്ക് ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 39 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് 50 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ലോ റിസ്ക് ബൈയിങ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. റാഷിദ് എന്ന പ്രേക്ഷകൻ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഏകദേശം 4% ഉയർന്ന് 1425 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? നമ്മൾ തുടക്കത്തിൽ തന്നെ FMCG സെക്ടറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. FMCG അണ്ടർടോൺ ഇസ് വെരി ബുള്ളിഷ്. ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ആഴ്ചത്തെ വ്യാപാരത്തിൽ തന്നെ നമുക്ക് ഈ സ്റ്റോക്കിൽ മിക്കവാറും ഒരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കും. ഒരു വീക്ക്നെസ്സും അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ജിബിൻ തരകൻ എന്ന പ്രേക്ഷകൻ SKM എഗ് പ്രൊഡക്ട്സ് എക്സ്പോർട്സ് ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സ്മോൾ ക്യാപ്പ് ഓഹരി കൂടിയാണ് ഇത്. 259.45 എന്നൊരു നിലയിലാണ് ഈ ഒരു ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, ഈ സ്റ്റോക്കിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാൻ പറ്റുമോ സർ? SKM എഗ് EGG പ്രൊഡക്റ്റ് എക്സ്പോർട്സ് ലിമിറ്റഡ്. സോ ഈ ഒരു സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ഒരു ലോങ് ടേം ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഇതിൽ ഒത്തിരി മാനിപ്പുലേഷൻ നടക്കുന്ന ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക.
കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 240 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഡേവിസ് എന്ന പ്രേക്ഷകൻ DCX സിസ്റ്റംസ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഏകദേശം 2% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? So DCX in the കേസിലും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഈ സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് കാര്യമായിട്ട് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ 10 സെഷൻസിൽ ഇതിൽ ഒത്തിരി നേട്ടം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 415 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. യെസ് സർ, മറ്റൊരു പ്രേക്ഷകൻ ആസ്റ്റർ DMമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സെബിൻ എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ആസ്റ്റർ DMലുള്ള താങ്കളുടെ റിവ്യൂ എന്താണ്? ആസ്റ്റർ DM ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബോത്ത് ആർ സൈഡ് വേസ്. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 360 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 310 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഏതായാലും ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാം അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാത്തത്. വീണ്ടും പ്രദീപ് സാർ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് കഴിവതും ഈ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഏതായാലും മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.